ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കുറേ കാലമായല്ലേ ഒരു ഷാപ്പ് വീഡിയോ നിങ്ങൾ കണ്ടിട്ട്. നമ്മൾ ഷാപ്പിൻ്റെ കുട്ടനാട് ഒരു ഷാപ്പ് സീരീസ് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ വെട്ടിക്കോട് അമ്പലം നിങ്ങൾക്കറിയാമോ? എല്ലാവർക്കും അറിയാവുന്ന അമ്പലമല്ലേ. വെട്ടിക്കോട് അമ്പലത്തിൻ്റെ അടുത്ത് ഒരു ചെറിയ ഷാപ്പുണ്ട്. ഭയങ്കര ഫേമസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂസ് ചാനൽസ് വരെ വന്ന് ചെയ്ത ഒരു ഷാപ്പാണ്. ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ സമയം ഏതാണ്ട് ഉച്ച കഴിഞ്ഞു. അപ്പോൾ ഇനി അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്ക് നോക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് നിരാശയോടെ തിരിച്ചു വരാം. ഓക്കെ ഗൈസ്, നേരെ വെട്ടിക്കോട് എത്തിയിട്ട് ഇനി ബാക്കി വിശേഷം കാണാം. ഞാൻ വെറുതെ വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല. ഓക്കെ, ബൈ. നേരത്തെ പറഞ്ഞതിൽ ഒരു തിരുത്തുണ്ട് കേട്ടോ. നിരാശയോടെ തിരിച്ചു വരുത്തൊന്നുമില്ല. ഇന്ന് നിങ്ങളുടെ മുന്നിൽ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഫുഡ് ഞാൻ പ്രസൻറ്റ് ചെയ്തിരിക്കും. അതെൻ്റെ വാശിയാണ്. കാര്യം രാവിലെ പുട്ടുകട ഇട്ട വീഡിയോയ്ക്കുള്ള റെസ്പോൺസ് അത്രയും കിടലുമായിരുന്നു. നമ്മളിന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഷാപ്പ് വീഡിയോ തന്നെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ ഏകദേശം KP റോഡിൽ കുറേ ഇങ്ങ് എത്തിക്കഴിഞ്ഞു. ഏകദേശം ഷാപ്പിൻ്റെ അടുത്തെത്താറായി. വെട്ടിക്കോട് അടുക്കുന്നു. അപ്പോൾ ഇനി ഷാപ്പിലെ വിശേഷങ്ങൾ കാണാം അല്ലേ. ഇതാണ് ഞാൻ പറഞ്ഞ അതിമനോഹരമായ ഷാപ്പ്. എല്ലാവരും അടിച്ചു കയറി വാ. നമ്മളകത്തോട്ട് പോവുകയാണ് ഗൈസ്. അങ്ങനെ പഴങ്കഞ്ഞിയൊക്കെ ഉണ്ട് കേട്ടോ. 100 രൂപ പഴങ്കഞ്ഞി. ഹട്ടുകളായിട്ടുണ്ട്. അകത്തെ സ്പേസ് ഒക്കെ കണ്ടോ. നമുക്ക് 4-ാം നമ്പർ ഹട്ട് ഇരിക്കാം അല്ലേ. എന്തൊക്കെയുള്ളേ? കപ്പാപ്പം, അവസാനം പറയുന്നത് ഒരു ചേമ്പ് ഒരെണ്ണം, ഒരു കപ്പ, പിന്നെ ബീഫ് ഫ്രൈ, ബീഫ് റോസ്റ്റ്, പോർക്ക്, നാടൻ കോഴിക്കറി, താറാ, മപ്പാസ്, എല്ലുകറി, പിന്നെ കൊഞ്ച് റോസ്റ്റ്, മക്കാസ്, പിന്നെ വരാൽ ഫ്രൈ, കാട ഫ്രൈ, ചിക്കൻ, ഒരു ഒന്നുകൂടെ പറയാം. ബീഫ് ഫ്രൈ, ബീഫ് റോസ്റ്റ്, പോർക്ക്, നാടൻ കോഴിക്കറി, പോർക്കൊന്ന്, ബാക്കി ഒന്ന്. പിന്നെ ബീഫ് ഫ്രൈ, ബീഫ് റോസ്റ്റ്, നാടൻ കോഴിക്കറി, താറാ, മപ്പാസ്, എല്ലുകറി, പിന്നെ കൊഞ്ച് റോസ്റ്റ്, മക്കാസ്, ഒരു താറാവ് മപ്പാസ്. തലയുണ്ടോ? തലക്കറി ഉണ്ടോ? ഏതിൻ്റെ? തലക്കറി കേരള. എന്നാ വേണ്ടയാ? കേരള നമുക്കൊരു 400 എടുക്കണോ തല? വേണ്ട, കഴിക്കത്തില്ല. എന്നാ വേണ്ട. വേറെ ഉള്ള പിന്നെ കേരക്കറി, പിന്നെ കാട ഫ്രൈ ഉണ്ട്, വരാൽ ഫ്രൈ ഉണ്ട്, സിലോപ്പ് ഉണ്ട്. രണ്ടില്ല. ഒരു പുഞ്ച് വേണ്ട. അപ്പോൾ ഇത്ര ഇടും പറഞ്ഞിട്ട്. അപ്പം അതിൻ്റെ കൂട്ടത്തില്ലേ ഒരു വരാൽ ഫ്രൈ. മീനൊന്നും പറഞ്ഞില്ലല്ലോ. ഒരു വരാലൂടെ എടുത്തോ. ഇടത്തരം ചെറുത് നോക്കി ഒരെണ്ണം എടുത്തോ. അതുകൂടെ ചേർത്ത് സെറ്റ് ചെയ്ത്. അപ്പോൾ നമ്മുടെ കഞ്ഞിവെള്ളം ആദ്യം ഇങ്ങ് പോരട്ടെ. ശരി. അകത്ത് നല്ല വിശാലമായ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈ ഷാപ്പിൻ്റെ ചുറ്റും ഒന്ന് കാണാമല്ലേ. ബാ. സ്റ്റാഫുള്ളി അത് അവരുടെ കിച്ചണാണ്. എൻ്റെ പുറയിൽ മനോഹരമായ സ്ഥലങ്ങളുടെ വ്യൂ ഒന്ന് നോക്കി. ബഹുത് അച്ഛാ ഹേ നാ. എല്ലാ ഐറ്റംസും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കുള്ള ചേമ്പാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മുടെ ഫുഡ് ഏകദേശം ചേമ്പ്, താറാവ്, കപ്പ ഇതെല്ലാം എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചേമ്പും നല്ല കാന്താരി ചമ്മന്തി. ഈ 90s കിഡായതിൻ്റെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. തന്ത വൈബ് ആക്ടിവേറ്റ് ചെയ്യും. അതുകൊണ്ട് ഇപ്പം ചേമ്പ്, കാച്ചിൽ ഇതൊക്കെ എവിടെ പോയാലും വാങ്ങിച്ചടിക്കുന്നത്.
ഒട്ടും മോശമില്ല. ഒരു താറാവിൻ്റെ കഷ്ണമാണ്. ദേ നൈസാ ഒരു അബദ്ധം പറ്റി, എടുത്ത് കഴിച്ചത് കരളായിരുന്നു. ഇത് താറാവിറച്ചിയ. നമ്മുടെ കപ്പയും മുളക് ചാറും, അതുകൊണ്ട് കേരക്കറിയുടെ ചാറാന്ന് തോന്നുന്നു. ഷാപ്പിലെ മീൻ കറിക്ക് അതിൻ്റെതായ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ നമ്മുടെ വരാലെത്തി, വരാലുണ്ട്, സിലോപ്പിയ ഉണ്ട്. ഒരു 2 പ്ലേറ്റ് കൂടെ തന്നെ. ഇതേ നമ്മുടെ വരാല് ഞാൻ ഉദ്ദേശിച്ചത് തന്നെ. വരാല് നല്ല ലൈവായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് തന്നെ. ചെറിയവയുണ്ടോ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാല്ലേ. നല്ല സ്വയംഭം വരാല് കേട്ടോ. ചുമ്മാ അതിൽ ഇവിടെ ഇത്രയും തിരക്ക്. ഈ രുചിയിൽ സാധനങ്ങൾ കൊടുത്താൽ പിന്നെ തിരക്ക് വരായിരിക്കും. നമ്മുടെ സിലോപ്പിയ ഒന്ന് ടേസ്റ്റ് ചെയ്യാം. നാരങ്ങ ഒഴിച്ചിട്ട് തന്നെ ടേസ്റ്റ് ചെയ്യാം. അതും ലൈവാ കേട്ടോ, നല്ല ചൂട്. അയ്യോ, കൊള്ളാം. കാര്യം വരാലിൻ്റെ ടേസ്റ്റ് അത് വേറെയാണ്. എനിക്ക് ഈ ചേമ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മുടെ താറാവിൻ്റെ ഗ്രേവി കൂട്ടി ഒന്ന് കഴിച്ചു നോക്കട്ടെ. അപ്പം ഞാനിതൊന്ന് കഴിച്ച് തീർക്കട്ടെ ഗൈസ്. ഇത്രയും കഴിയണ്ടേ. അപ്പം എൻഡ് കാണാനായിട്ട് വെയിറ്റ് ചെയ്യും. നമ്മളിതൊന്ന് കഴിച്ച് തീർക്കട്ടെ. ബൈ. ചേമ്പിനും കാച്ചിലിനുമൊക്കെ ആ ചമ്മന്തി തന്നെയാണ് എപ്പോഴും ബെറ്റർ. പക്ഷേ നമ്മൾ ഈ മീൻചാറൊഴിച്ച് ഈ ചേമ്പൊന്ന് കഴിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. പണ്ട് ഞാൻ പറഞ്ഞത് തന്നെ, എന്തും നമ്മൾ എന്തിൻ്റെയും കൂടെ പോവുമെങ്കിലും ചേമ്പും ഈ പറയുന്ന മീൻ കറിയും നല്ല കോമ്പിനേഷൻ തന്നെയാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇത്തിരി വരാലും കൂടെ എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്യാം. അതെല്ലാം കിടിലമാണല്ലോ. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആ മോനെ സന്തോഷം കണ്ടില്ലേ. അങ്ങനെ നമ്മൾ കഴിച്ചിട്ട് ഇറങ്ങിയിട്ട് പോവുകയാണ് ഗൈസ്. അപ്പം നിങ്ങൾ കണ്ടതുപോലെ തന്നെ അത്രയും മനോഹരമായ ആഹാരമായിരുന്നു. കിട്ടില്ല ഫുഡ്. അങ്ങനെ നമ്മൾ കഴിച്ചു തീർന്നു ഗൈസ്. ഫുഡ് അസാമാന്യമായിട്ട് കിടിലമായിരുന്നു. ചുമ്മാ അതല്ല, ഈ ഷാപ്പിൽ കഴിഞ്ഞ 2 തവണ വന്നിട്ടും എനിക്ക് ഒന്നും കിട്ടാതെ പോയത്. കാര്യം അത്രയും തിരക്കാണ് ഇവിടെ. നമ്മളിവിടെ തിരക്കൊഴിഞ്ഞ സമയം നോക്കിയാണ് വന്നത്. അതുകൊണ്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യുന്നെങ്കിൽ ഇവരുടെ നമ്പറിലൊന്ന് വിളിച്ചിട്ട് വരിക. കാര്യം തിരക്കില്ലാത്ത സമയം നോക്കി വരിക. തിരക്കാണെങ്കിൽ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അത്രയും തിരക്കുള്ളൊരു ഷാപ്പാണെന്ന്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും. ടിൽ ദെൻ വെയിൽ. ബൈ.